നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. എപ്പോഴും എം.വി. ഗോവിന്ദനും പിണറായിയൊക്കെ പറയുന്ന ഒരു ഡയലോഗുണ്ട്, ഈ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല എന്ന്. ശരിക്കും എം.വി. ഗോവിന്ദനും പിണറായിക്കുമൊക്കെയാണ് ഈ പാർട്ടിയെക്കുറിച്ചും ഈ പാർട്ടി പ്രവർത്തകരെക്കുറിച്ചും കേരളത്തിലെ ജനങ്ങളെക്കുറിച്ചും കൃത്യമായി അറിയാത്തത്. പക്ഷേ ഇന്ന് ഏകദേശം ഒരു ബോധ്യം വന്നിട്ടുണ്ട് എന്താണ് എന്നുള്ളത്. അഹങ്കാരവും ധാർഷ്ട്യവും കൊണ്ട് ഏകാധിപത്യവും കൊണ്ട് കളം നിറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്കാർ തന്നെ തോൽപ്പിച്ച് ഒരു മൂലക്കിരുത്തും എന്നുള്ളതിൻ്റെ വ്യക്തമായ ചിത്രമാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ്. ഇതുകൊണ്ടും പഠിച്ചില്ലെങ്കിൽ ഇനി ഒരു കാലത്തും പഠിക്കാൻ പോകുന്നില്ല. എം.വി. ഗോവിന്ദനൊക്കെ വാശിയായിരുന്നു തളിപ്പറമ്പിൽ ഭാര്യയ്ക്ക് സീറ്റ് കൊടുക്കണമെന്നുള്ളത്. അന്നേ അവിടുത്തെ പ്രവർത്തകർ പറഞ്ഞു, കൊടുക്കരുത്, അത് ആത്മഹത്യാപരമാണ്, അവർ ജനകീയതയില്ല, അവർ തോറ്റ് തുന്നം പാടുമെന്ന്. പാർട്ടിയെ വെല്ലുവിളിച്ച് പുറത്തേക്ക് പോയ ടി.കെ. ഗോവിന്ദൻ പുഷ്പം പോലെ തളിപ്പറമ്പ് പിടിച്ചെടുത്തു. ഈ പാർട്ടിയെക്കുറിച്ച് ശരിക്കും ആർക്കാണ് ഒരു ചുക്കും അറിയാത്തത്? അല്ല, പിണറായി യുഗം അവസാനിച്ചു. പിണറായിസം കുഴിച്ചു മൂടപ്പെട്ടു. ഈ പിണറായിസത്തിന് ചെണ്ട കൊട്ടിക്കൊണ്ടിരുന്ന പാർട്ടിയാണ് ഗോവിന്ദൻ അതിനപ്പുറം കഴിവൊന്നുമില്ല. ഗോവിന്ദൻ പിണറായിയെ ചൊറിഞ്ഞ് പാർട്ടി സെക്രട്ടറി ആയതാണ് കോടിയേരിക്ക് ശേഷം. അന്ന് ഒറിജിനലി പിണറായി വിജയൻ ഇ.പി. ജയരാജന് ഒരു വാക്ക് കൊടുത്തിരുന്നു, ഇ.പിക്ക് കോടിയേരിക്ക് ശേഷം പാർട്ടി സെക്രട്ടറി സ്ഥാനം തരാമെന്ന്. കാരണം അന്ന് ഈ കോടിയേരിയെ പാർട്ടി സെക്രട്ടറി സ്ഥാനം ഏൽപ്പിക്കുമ്പോൾ ഇ.പി. ആയിട്ട് ചെറിയൊരു കിറുകിറുപ്പുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഇത്തരമൊരു ഓഫർ കൊടുത്തിരുന്നു. അതിനു മുമ്പ് ഇ.പി. ആയിരുന്നു ഈ പിണറായി വിജയൻ്റെ വലിയൊരു പടയാളി. ഇ.പി. വളരെ കാലം പിണറായി വിജയൻ്റെ ഒരു സംരക്ഷകനായി നിന്നാണ്. ഒരു പക്ഷേ 2016 അന്ന് LDF വിജയിക്കുമ്പോൾ അതിൻ്റെ ഒരു ശില്പി എന്ന് നമ്മൾ ഇ.പി. ജയരാജനെ വിശേഷിപ്പിക്കണം. കാരണം ഇ.പി. അദ്ദേഹത്തിൻ്റെ ആ ഒരു ശാരീരിക അവസ്ഥയൊക്കെ കാണുമ്പോൾ ആളുകൾ ഓർക്കും വലിയ ദുർമേധസ്സൊക്കെയുള്ള വലിയ അഴിമതിക്കാരനാണെന്ന്. പക്ഷേ ഇ.പിയെ സംബന്ധിച്ച് വലിയൊരു സമഭാവനയുള്ളൊരു നേതാവ്, എല്ലാവരെയും ഉൾക്കൊണ്ട് എല്ലാവരുമായിട്ട് ചങ്ങാത്തം കൂടിയാണ്. ബിസിനസ്സുകാരും സാധാരണക്കാരും ഒക്കെ ആയിട്ട് ചേർന്ന് അഴിമതിയൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ എല്ലാം ഉണ്ട്. എല്ലാം സമരസപ്പെടുത്തി കൊണ്ടുപോകുന്ന ഒരു വിശാല കാഴ്ചപ്പാടുള്ള ആളാണ്. എന്നാൽ കുറച്ചൊരു മയവും ഒരു മനുഷ്യ സ്നേഹവും സഹജീവി സ്നേഹവും ഒക്കെ ഇ.പിക്കുണ്ടായിരുന്നു. പിണറായിക്ക് മനസ്സിലായി ഇ.പിയെ കൂടെ നിർത്തിയാൽ റിയാസിനെ വളർത്താൻ കഴിയില്ല. കാരണം ഇ.പി എപ്പോഴും തടയിട്ട് നിൽക്കുകയാണ്. പിന്നീട് തൻ്റെ എല്ലാ ഗുഡൻസും ഇ.പി പിടിച്ചെടുക്കും. കാരണം നേരത്തെ പിണറായി വിജയനിലേക്ക് വരുന്ന പല കേസുകളും ഇ.പിയിലെത്തുന്നു. ഇ.പി തന്നെ അങ്ങ് ഡീൽ ചെയ്യും. ഇ.പി ഒരു വലിയ ഡീലർ കൂടെയായിരുന്നു. പാർട്ടിക്ക് വേണ്ടി എല്ലാം വലിയ വലിയ കാര്യങ്ങൾ നമുക്കറിയാം. പണ്ട് സാന്റിയാഗോ മാർട്ടിൻ്റെ ഇതൊക്കെ പണം മേടിക്കുക എല്ലാം ചെയ്ത ഒരു പശ്ചാത്തലമുണ്ട് ഇ.പിക്ക്. അങ്ങനെ തിരുവനന്തപുരത്തെ അധികാര കേന്ദ്രത്തിൽ നിന്ന് ഇ.പി. ജയരാജനെ 2018-19 കാലഘട്ടത്തിൽ ആദ്യം വ്യാവസായിക മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റി. അന്ന് സ്വജന പക്ഷപാതത്തിൻ്റെ പേരിലാണ് മാറ്റി. പക്ഷെ പിന്നീട് ഇ.പി. ജയരാജനെ പൂർണ്ണമായി പിണറായി വിജയനങ്ങ് വെട്ടിമാറ്റി. ഇ.പി അന്ന് മുറിവേറ്റ ഒരു പുലി അല്ലെങ്കിൽ മുറിവേറ്റ ഒരു കരടി എന്തോ ആയിക്കോട്ടെ, എന്തായാലും അങ്ങനത്തെ ഒരു സാധനമായിരുന്നു. സിംഹമെന്ന് പറയില്ലല്ലേ അപ്പോഴും. ഇ.പി അങ്ങനെ അങ്ങ് പോയി. പിന്നെ പിണറായി വിജയൻ ഭയപ്പെട്ട മറ്റൊരു കഥാപാത്രമുണ്ട്. ഈ സാക്ഷാൽ അവതാരം എന്നൊക്കെ ജയരാജൻ ആർമിക്കാർ പറഞ്ഞ പി ജെ സംബന്ധിച്ച് നമുക്കറിയാം. ഒരു തിരുവോണ നാളിൽ അതിക്രൂരമായി രാഷ്ട്രീയ എതിരാളികൾ അദ്ദേഹം മുഴുവൻ വെട്ടിനുറുക്കിയതാണ്. പിന്നീട് കത്തിക്കൂടിയ ജീവിതമാണ്. ഒരുപാട് സഹനം, ഒരുപാട് കത്തിക്കുത്തുകൾ, പാർട്ടിക്ക് വേണ്ടി ഒരുപാട് പോരാട്ടങ്ങൾ. അങ്ങനെ കണ്ണൂരിലെ ഒരു ജീവിക്കുന്ന രക്തസാക്ഷിയായി ഇന്നും കഴിയുന്നയാളാണ് പി ജയരാജനെ ഈ അനന്തപുരിയിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നാൽ അതും തൻ്റെ സാമ്രാജ്യത്തിന് ഒരു അപകടമുണ്ടാക്കും എന്ന് പിണറായിക്ക് മനസ്സിലായി. അങ്ങനെ പി ജെ പല നമ്പറുകൾ ഉപയോഗിച്ച് ഇടയ്ക്കൊന്ന് വടകരയിൽ കൊണ്ടുപോയിട്ട് തോപ്പിച്ചു. പിന്നീട് പല തലത്തിൽ വെട്ടിയൊരുക്കി വ്യക്തിപൂജ എന്ന ആരോപണം ഉന്നയിച്ചു. ഒരു ഫ്ലെക്സ് കൃഷ്ണനും അർജുനനും ഒക്കെ നിൽക്കുന്ന 2021 നമ്മൾ കണ്ടതാണ്. അതിൻ്റെ പേരിൽ വ്യക്തിപൂജ കുറ്റാരോപണം ഉന്നയിച്ചു. അങ്ങനെ പി ജയരാജനെയും പൂർണ്ണമായും വെട്ടിയൊതുക്കുന്നതിൽ പിണറായി വിജയൻ വിജയിച്ചു. അന്ന് ആദ്യം ഈ 2 കഥാപാത്രങ്ങളെ വെട്ടിയൊതുക്കാൻ എം.വി. ജയരാജനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തിച്ചിരുന്നു. രണ്ടുപേരെ വെട്ടിയൊതുക്കിയതിന് ശേഷം എം.വി. ജയരാജനെ കണ്ണൂരിലേക്ക് വിട്ടു. കാരണം എം.വി. ജയരാജന് ഇവിടെ നിന്നാൽ അപകടം, പിണറായിയുടെ ഒരു സാമ്രാജ്യത്തെ ബാധിക്കും. പിന്നീട് പിണറായി വിജയൻ ചെയ്തത് തൻ്റെ വിശ്വസ്തനായ പി ശശിയെ ഓഫീസിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. CM രവീന്ദ്രൻ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചു. ഊരാളുങ്കൽ അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും സജ്ജമാക്കി. എന്നിട്ട് പൂർണ്ണമായും തനിക്ക് ചുറ്റും തൻ്റെ ഗ്രഹങ്ങളായി നീങ്ങുന്ന ഒരു ചെറുവൃന്ദത്തെ പിണറായി വിജയൻ ഇവിടെ സജ്ജമാക്കി. അതിൻ്റെ ആദ്യ കഥാപാത്രമായിരുന്നു ശിവശങ്കർ. ശിവശങ്കർ ആയിരുന്നു പിണറായി വിജയനെ
പൂർണ്ണമായും നിയന്ത്രിച്ചിരുന്നത്. പിന്നീട് KM എബ്രഹാം ആ റോൾ ഏറ്റെടുത്തു. KM എബ്രഹാം ആരാണ് എന്നും എന്താണ് അദ്ദേഹം ചെയ്തതെന്നും B. അശോക് IAS അഭിമുഖങ്ങളിൽ ധാരാളം പറഞ്ഞിട്ടുണ്ട്, വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങനെ പിണറായി വിജയൻ തൻ്റെ ഒരു കോക്കസ് തിരുവനന്തപുരത്ത് സൃഷ്ടിച്ചെടുക്കുന്നു. 2021 വിജയമാണ് പിന്നൊരു വലിയ മാഫിയാവൽക്കരണത്തിന് ഇടവരുത്തിയത്. 2021 അന്ന് കോവിഡിൽ പകച്ചു നിന്ന ജനം ഒരു വശത്ത്, മറുവശത്ത് പ്രതിപക്ഷത്തിന് പ്രവർത്തനങ്ങളൊന്നും സാധിക്കുന്നില്ല. എല്ലാ ദിവസവും TV യിലെത്തുന്ന പിണറായി വിജയൻ അന്ന് കടം വാങ്ങി ചില കിറ്റുകളിൽ സാധനങ്ങൾ നിറച്ച് ജനങ്ങൾക്ക് കൊടുത്തപ്പോൾ ഈ ഒരു അടുപ്പത്ത മനോഭാവമുണ്ട്. ഒരു വ്യക്തിയെ ഒരു വളരെ ക്രൂരനായ ഒരു ഗുണ്ടാത്തലവൻ അടിമയാക്കി മാറ്റിയാൽ വർഷങ്ങളോളം ഒരുപക്ഷെ ചങ്ങലയിലിട്ട് അടിമയായി സൂക്ഷിക്കുന്നതിനിടയിൽ ഈ ഗുണ്ടാത്തലവൻ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ അരിയോ മറ്റ് കഴിക്കാൻ എന്തെങ്കിലും പഴങ്ങളോ ഒക്കെ ഇട്ട് കൊടുത്താൽ ഈ അടിമയ്ക്ക് വലിയ സന്തോഷമാണ്. അടിമ ഈ ഗുണ്ടാത്തലവനെ, ഈ മാഫിയ നേതാവിനെ വാഴ്ത്തും, ആരാധനയോടെ നോക്കും. കാരണം അവൻ്റെ നിസ്സഹായ അവസ്ഥയാണ് അതിന് കാരണം. അതൊരു സൈക്കോളജിയാണ്. ഇത്തരമൊരു ഫിയർ സൈക്കോളജി ഇവിടെ ക്രിയേറ്റ് ചെയ്ത് ജനങ്ങൾക്ക് ചില പെക്സൊക്കെ കൊടുത്ത് അവരുടെ വോട്ട് വാങ്ങി 2021 അധികാരത്തിലെത്തി. പിന്നീട് എന്താണ് സംഭവിച്ചത്? പിന്നീട് പിണറായി വിജയൻ, മുഹമ്മദ് റിയാസ് അടങ്ങുന്ന ഒരു കോക്കസ് ആ ക്ലിഫ് ഹൗസിന് ചുറ്റും അവരുടെ ഒരു വലിയ ലോകം തീർത്തു. ആ കോക്കസിലേക്ക് അവർ പറഞ്ഞാൽ ഉറഞ്ഞു തുള്ളുന്ന പോലീസ് ഉദ്യോഗസ്ഥർ, അവർ പറഞ്ഞാൽ ആജ്ഞാനുവർത്തികളായി കാര്യങ്ങൾ ചെയ്യാനറിയാവുന്ന IASകാർ, അങ്ങനെ ഒരു വൃന്ദത്തെ കൊണ്ടുവന്നു. ഇവരെല്ലാം കൂടി മറ്റൊരു ലോകം അവിടെ സൃഷ്ടിച്ചു. അതൊരു പാരലൽ ലോകമാണ്. ആ ലോകത്തിലേക്ക് സാധാരണ ജനങ്ങൾക്ക് പ്രവേശനമില്ല. കാരണം ക്ലിഫ് ഹൗസിൻ്റെ ആ ഗേറ്റ് കടക്കാൻ പോലും ഒരു സാധാരണക്കാരന് കഴിയില്ല. പൊക്കം മതിലിനില്ല എന്ന് പറഞ്ഞ് പൊക്കം കൂട്ടി ജനങ്ങൾ ആ ക്ലിഫ് ഹൗസിൻ്റെ ഗേറ്റിൽ നിന്ന് നേരെ നോക്കിയാൽ ഭൂമുഖം കാണാം, അവിടെ ഇരിക്കുന്ന പിണറായി വിജയനെ കാണും, അവിടെ സംസാരിക്കുന്നവരെ കാണും എന്ന് പറഞ്ഞ് അതിൻ്റെ അലൈൻമെൻറ്റ് മാറ്റി ക്ലിഫ് ഹൗസിലെ കന്നുകാലിക്കൂട് കുറച്ചുകൂടി മോടി പിടിപ്പിച്ച് അതിൻ്റെ ഒരു ഐശ്വര്യം വരുത്തണമെന്ന് ജ്യോതിഷി പറഞ്ഞു. അത്തരം മോടി പിടിപ്പിക്കലുകൾ നടത്തുന്നു. പിന്നീട് ക്ലിഫ് ഹൗസിൽ എന്തോ കൂടോത്രം കുഴിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ഭീതിയിൽ അതിനു ചുറ്റും ചില പരിശോധനകൾ നടത്തുന്നു. അങ്ങനെ ഒട്ടനവധി പരിഷ്കാരങ്ങളും അതിനൊപ്പം പിണറായി വിജയൻ്റേതായ ഒരു ലോകം സൃഷ്ടിച്ചെടുത്തു. പണ്ടൊക്കെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ആർക്ക് വേണമില്ല ആ സെക്രട്ടേറിയറ്റിനുള്ളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എല്ലാം കഥനകഥ പറയാം, ദുഃഖം പറയാം. ഇവിടെ ഒന്നും രക്ഷയില്ല. ഒരു MLA പോലും ചെന്നാൽ ഓച്ചാനിച്ച് നിൽക്കണം. പിണറായി വിജയൻ ഒന്നും തല ഉയർത്തി നോക്കുന്ന ആ ഒരു സുന്ദര മുഹൂർത്തത്തിന് വേണ്ടി കാത്തിരിക്കണം. ഇനി കയറി ചെല്ലുമ്പോൾ പിണറായിയുടെ മൂഡ് മറ്റേതെങ്കിലും തരത്തിലാണെങ്കിൽ അവൻ മുച്ചൂടും ചീത്ത കേൾക്കും. അപ്പോൾ ഇത്തരത്തിൽ വല്ലാത്തൊരു നാട്ടുരാജ്യം ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നു. അതിലൊരു നാട്ടുരാജാവ് അവരോധിതനാകുന്നു. പക്ഷേ ജനം ഭയത്തിൽ ഒന്നും ഉരിയാടാതായി. അങ്ങനെ ഒരു ഭയത്തിൻ്റെ ലോകം സൃഷ്ടിച്ചെടുക്കുന്നു. അവിടെ ഉദ്യോഗസ്ഥരും അവരുടെ ആജ്ഞാനുവർത്തികളും അതിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നു. മറുവശത്ത് എന്താ സംഭവിച്ചത്? ഓരോ മേഖലകൾ തിരിച്ച് ഈ പാർട്ടി ഗുണ്ടകൾക്ക് അതത് പ്രദേശങ്ങൾ വീതം വെച്ച് കൊടുത്തു. ഈ പാർട്ടി ഗുണ്ടകൾ ചെയ്തത് എന്താ? അതത് മേഖലകളിലെ മണ്ണ് കോറി പ്രവർത്തനങ്ങൾ അവർ നിയന്ത്രിക്കുന്നു. അവിടെ ഒരു സാധാരണ വീട്ടുകാരനൊരു വീട് മേടിച്ച് തന്നാൽ അവിടെ ആര് സാധനം ഇറക്കണം, സാധനം തിരിച്ചു കയറ്റണം, ആ വീട്ടുകാരൻ എന്ത് ചെയ്യണം, ഇതൊക്കെ പാർട്ടിയുടെ നേതാക്കൾ നിയന്ത്രിക്കാൻ തുടങ്ങി. പോലീസ് സ്റ്റേഷനുകൾ ഭരിക്കാൻ തുടങ്ങി. അങ്ങനെ കേരളം മുഴുവൻ ഒരു പാർട്ടി ഗ്രാമമാക്കി മാറ്റാനുള്ള ശ്രമം പാർട്ടി പിണറായി വിജയനിലേക്ക് വരുന്നു. പിണറായി വിജയൻ്റെ കുടുംബമായി പിന്നീട് പാർട്ടിയുടെ നിയന്ത്രണം. അങ്ങനെ പാർട്ടിയുടെ തലമുതിർന്ന നേതാക്കളൊക്കെ അപ്രസക്തരായി. 2016 നമുക്കറിയാം. 2016 അന്ന് തിരഞ്ഞെടുക്കപ്പെട്ട് മന്ത്രിസഭയിലേക്ക് വന്ന തോമസ് ഐസക്, G. സുധാകരൻ, EP ജയരാജൻ തുടങ്ങി ഒരുപിടി നേതാക്കളുണ്ട്. അവരൊക്കെ എവിടെ പോയി? ഇവരെ ഒന്നും പിന്നീട് 2021 ശേഷം തലപൊക്കാൻ അനുവദിച്ചിട്ടില്ല. ആരെങ്കിലും തലപൊക്കിയാലോ ഇവരേതെങ്കിലുമൊക്കെ തലത്തിൽ അങ്ങ് തീർത്ത് കളയും. സൈബർ ഇടങ്ങളിൽ വലിയ സൈബർ ഗുണ്ടകൾ നിരത്തുന്നു. പരസ്പരം ചെളിവാരി എറിയുന്നു, പരസ്പരം വെട്ടി വീഴ്ത്തുന്നു. ഇനി ശത്രുത പാർട്ടി മെമ്പർമാരോട് തോന്നിയാലോ അവർക്കെതിരെ പെണ്ണുകേസ് വരുന്നു, സൈബർ ആക്രമണങ്ങൾ വരുന്നു, അവർ അറസ്റ്റ് ചെയ്യപ്പെടുന്നു, അവഹേളിക്കുന്നു, അപമാനിതരാക്കപ്പെടുന്നു. അങ്ങനെ സൃഷ്ടിച്ചെടുത്തൊരു പുതിയ ലോകത്തെ എല്ലാം തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കാം എന്ന് വ്യാമോഹിച്ച ഒരു വൃദ്ധ നേതാവ്, അതാണ് പിണറായി വിജയൻ. അദ്ദേഹത്തിലുള്ള ഒരു അധികാര ദുര അതിൻ്റെ ഏറ്റവും മലീമസമായ തലത്തിലായി. ആ നാറ്റം
ക്ലിഫ് ഹൗസ് വിട്ട് രാജ്യമാകെ പടർന്നപ്പോഴും ആ നാറ്റം അവർക്ക് സുഗന്ധമായി. നമുക്കറിയാം ധർമ്മപുരാണത്തിൽ OV വിജയൻ വിശദീകരിക്കുന്നത് അന്ന് രാജാവിൻ്റെ ഒരു കീഴ്ശ്വാസം, ആ കീഴ്ശ്വാസം ആ ജനങ്ങളാകെ നരകിച്ച ഒരു കീഴ്ശ്വാസമായി. അതിൻ്റെ നാറ്റം ആ നാട്ടിലാകെ പടർന്നു. ഇപ്പോൾ രാജകിങ്കരന്മാർ പക്ഷേ രാജാവിനടുക്കലെത്തി പറഞ്ഞു, ഈ നാറ്റം 17 ലോകം സുഗന്ധപൂരിതമാക്കാൻ തക്ക ശക്തിയുള്ളതാണെന്ന്. ഇത് കേട്ട് രാജാവ് മതിമറന്ന് പിന്നെയും കീഴ്ശ്വാസം വിട്ടുകൊണ്ടിരുന്നു. അങ്ങനെ ആ നാട് മുഴുവൻ ദുർഗന്ധത്തിൽ ആണ്ടു. ഈ കീഴ്ശ്വാസത്തിൻ്റെ ദുർഗന്ധത്തിനെതിരെ ആരെങ്കിലും സംസാരിച്ചാൽ അവരെ രാജകിങ്കരന്മാർ ശിക്ഷിക്കും, വധിക്കും. ഇതിനെ പുകഴ്ത്തിപ്പാടാൻ ആവശ്യപ്പെടുന്നു. ചിലർ പുകഴ്ത്തിപ്പാടിക്കൊണ്ടിരുന്നു. അങ്ങനെ ആ നാട് മുഴുവൻ ഈ കീഴ്ശ്വാസത്തിൽ വല്ലാണ്ട് ആ ദുർഗന്ധത്തിൽ അലയുമ്പോഴും രാജാവ് ധരിച്ചുകൊണ്ടിരുന്നത് താനേതോ പരമ പരിമളം രാജ്യത്തിന് പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതേ ഒരു മാനസികാവസ്ഥയായിരുന്നു പിണറായി വിജയന്. അദ്ദേഹത്തിൻ്റെ ക്ലിഫ് ഹൗസിൽ 1-ാം നിലയിൽ നിന്ന് 2-ാം നിലയിലേക്ക് കയറാൻ ലിഫ്റ്റ് വയ്ക്കുന്നു. പിന്നീട് പിണറായി വിജയൻ്റെ എന്തൊക്കെ കൂത്തുകൾ നമ്മൾ കണ്ടു. മറ്റൊന്ന് നവകേരള സദസ്സ്. ആ നവകേരള സദസ്സിൽ സംഭവിച്ചത് എന്ത്? രക്ഷാപ്രവർത്തനം എന്ന പേരിൽ DYFI ഗുണ്ടകളെ ഇറക്കിവിട്ട് പ്രതിഷേധിച്ചവരെ അടിച്ചൊതുക്കി. യാത്ര ചെയ്യാൻ 40 അകമ്പടി വാഹനങ്ങൾ. കിറ്റക് സാബ് പറഞ്ഞു, ഒരിക്കൽ ഒരു ഹോട്ടൽ റൂമെടുത്ത് കാത്തിരുന്നു. പിണറായി വന്നപ്പോൾ ആ റൂം കണ്ട് ഇഷ്ടപ്പെട്ടില്ല. വിദേശത്ത്, ഇവിടെയല്ല, 7.5 ലക്ഷം രൂപയുടെ ഒരു മുറി പിന്നീട് എടുത്തു കൊടുത്തു. അപ്പോൾ ഇത്തരത്തിൽ ആഡംബര സമൃദ്ധിയിൽ ജീവിക്കുന്ന ഒരു തൊഴിലാളി വർഗ പാർട്ടിയുടെ നേതാവ്. ഇതൊക്കെ തിരിച്ചറിയാൻ ജനങ്ങൾക്ക് ബുദ്ധിയുണ്ട് എന്നുള്ളൊരു വകതിരിവ് ഈ പാർട്ടിയിൽ മറ്റ് നേതാക്കൾക്ക് ഇല്ലാതെ പോയി. അവിടെ സംഭവിച്ചത് പിണറായി വിജയനോട് അരുതെന്ന് പറയാൻ തിരുത്താൻ കഴിവുള്ള ഒരൊറ്റ നേതാവും ആ പാർട്ടിയിലില്ല. രാജാവ് നഗ്നനാണ് എന്ന് ഉറക്കെ പറയാൻ കഴിവുള്ള ഒരാളും ആ പാർട്ടിയിലുണ്ടായിരുന്നില്ല. അവിടെ പിണറായി വിജയൻ്റെ ഒരു മരുമോൻ നമുക്കറിയാം, മകളുടെ ഭർത്താവ്. മരുമോന് പിണറായി വിജയൻ്റെ ആ വിവാഹത്തിൽ തുടങ്ങുന്ന ഒരു കഥ 2021 തെരഞ്ഞെടുപ്പിൽ, പിന്നീട് 2021 തെരഞ്ഞെടുപ്പിന് ശേഷം മുഹമ്മദ് റിയാസിന് മകളെ കൈപിടിച്ചു കൊടുക്കുന്ന ഒരു അച്ഛൻ്റെ സ്ഥാനം, ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്, കേരളത്തിൻ്റെ മുന്നിലുണ്ട്. പിണറായി കാട്ടിക്കൂട്ടിയതൊക്കെ സ്വന്തം പാർട്ടിയെ പടുകുഴിയിലാക്കുന്ന നടപടികളായിരുന്നു. തനിക്ക് ശേഷം പ്രളയമെന്ന് അദ്ദേഹം അറിയാതെ ചിന്തിച്ചു. അല്ലെങ്കിൽ ഇക്കുറി ഭരണം പിടിച്ചെടുത്ത് അതെൻ്റെ കുടുംബത്തിന്, പ്രത്യേകിച്ച് മരുമകന് കൊടുത്ത് ഒരു ഉത്തരവാദിത്വ ബോധം കൊണ്ടൊരു കാർന്നോരായി മാറാം എന്നൊക്കെയാണ് അദ്ദേഹം ധരിച്ചത്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ അത്ര വിഡ്ഢികളല്ല. അവർ പമ്മിയിരുന്നു. അവർക്കറിയാം ചാൻസ് വരുമെന്ന്. ഏപ്രിൽ 9 കഴിഞ്ഞ ഏപ്രിൽ 9 വോട്ടെടുപ്പ് ദിനത്തിൽ പോലും നമ്മളെല്ലാം പറഞ്ഞു തരംഗമുണ്ട്, 100 സീറ്റ് കിട്ടും, വലിയ തരംഗം പല സ്ഥലങ്ങളിലും പ്രകടമാണ്. പക്ഷെ അത് മെയ് 4 പെട്ടി പൊട്ടിക്കുന്നത് വരെ നമ്മൾ ക്ഷമയോടെ കാത്തിരുന്നു. പെട്ടി പൊട്ടിയപ്പോൾ എന്താ സംഭവിച്ചത്? ഇത്ര വകതിരിവുള്ള ഒരു ജനത. കേരളം ഒന്നാം തരം എന്നൊക്കെ നമ്മൾ പറയുന്നത് വിശേഷിപ്പിക്കുന്നത് ചുമ്മാതല്ല. പണി കൊടുക്കാൻ അവർ തീരുമാനിച്ചാൽ 1.5 പണി കൊടുക്കും. അതിലൊരു വിട്ടുവീഴ്ചയുമില്ല. പിണറായി വിജയൻ്റെ മന്ത്രിസഭയെ 16 മന്ത്രിമാരിൽ 13 പേരും തോൽപ്പിച്ചു. ഇവിടെ കേട്ടിട്ടുണ്ട് ഇത്തരമൊരു കൂട്ടത്തോൽവി. ആ വമ്പൻ മന്ത്രിമാരൊക്കെ കടപുഴകി വീണു. പിന്നെ ബേപ്പൂരിൻ്റെ ചരിത്രം, ബേപ്പൂർ PV അൻവർ പോയി മത്സരിച്ചിട്ടാ കൊള്ളാവുന്നൊരു സ്ഥാനാർത്ഥി ഉണ്ട്, അതും കിട്ടിയേനെ. പല സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ പാളിച്ചകൾ UDFന് സംഭവിച്ചു. അതുകൊണ്ടാണ് ചുരുക്കം ചില മന്ത്രിമാരൊക്കെ ഒന്ന് കടന്നുകൂടി ഇവിടെ എത്തുന്നത്. പക്ഷേ ഇതെന്ത് വിജയമാണ്? എങ്ങനെ ഇവർക്ക് തല ഉയർത്തി നിൽക്കാൻ കഴിയും? പിണറായി വിജയൻ്റെ തോൽവിക്ക് മുഹമ്മദ് റിയാസിന് ഉത്തരവാദിത്തമില്ലേ? മുഹമ്മദ് റിയാസ് തന്നെയല്ലേ ആ പാർട്ടിയെ പടുകുഴിയിലാക്കിയത്? അപ്പോൾ ഇതൊക്കെ സ്വന്തം കുടുംബത്തിന് വേണ്ടി ഒരു പാർട്ടിയെ തൊലച്ചടുക്കി അതിൻ്റെ കഴിക്കൂലും പട്ടികയെല്ലാം ഊരിയെടുത്ത് ക്ലിഫ് ഹൗസിൽ കൊണ്ടുവന്ന് സ്വന്തം വീട്ടുകാർക്ക് അതുകൊണ്ട് ആഴി കൂട്ടിയൊരുക്കി അങ്ങനെയൊരു വൃദ്ധ നേതാവ് ഇത്തരത്തിലൊരു പാർട്ടിയെ തൊലയ്ക്കാമോ? ഇപ്പം ജനം മറുപടി കൊടുത്തു. ജനമല്ല ഇവിടെ കൊടുത്തിരിക്കുന്നത്. മറുപടി കൊടുത്തത് നല്ല ഒന്നാന്തര പാർട്ടി സഖാക്കളാണ്. അവർക്കറിയാം പണി കൊടുക്കേണ്ടടുത്ത് കൊടുക്കാൻ. ഇത്തവണ പാർട്ടിയെ രക്ഷിക്കാൻ അവർ പിണറായിയെ തോൽപ്പിച്ചു. ഇത്തവണ പാർട്ടിയെ രക്ഷിക്കാൻ അവർ CPMനെ തോൽപ്പിച്ചു. അപ്പോൾ യഥാർത്ഥ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ ഉത്ഭവിച്ചു വരികയാണ്. അതാണ് നമ്മൾ തളിപ്പറമ്പിൽ കാണുന്നത്. തളിപ്പറമ്പിലെ വിജയം ചെറിയ വോട്ടിൻ്റെ ഭൂരിപക്ഷമാണോ? പയ്യന്നൂർ പാർട്ടി കോട്ട 7500 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചിരിക്കുന്നത്. അമ്പലപ്പുഴ പാർട്ടി കോട്ട 30,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം. അപ്പം
പാർട്ടി കോട്ടകൾ ഒന്നാകെ കടപുഴകി. അപ്പോൾ പുതിയൊരു CPM നേതാക്കളാണ് 2-3 പേരും കടന്നു വരുന്നത്. ജി സുധാകരൻ ഒരിക്കലും അഭിമുഖത്തിൽ എന്നോട് പറഞ്ഞിരുന്നു, ഞാൻ കമ്മ്യൂണിസ്റ്റ് അല്ലെന്ന് ആര് പറഞ്ഞു, ഞാനാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ്. അദ്ദേഹം ആ ഭാവത്തിലാണ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലേക്ക് വരുന്നത്. അപ്പോൾ ഇതേ ഭാവത്തിലാണ് TK ഗോവിന്ദൻ ഇങ്ങ് വരുന്നത്, തളിപ്പറമ്പിൽ നിന്ന്, പയ്യന്നൂരിൽ നിന്ന് B കുഞ്ഞികൃഷ്ണൻ, പാവമനുഷ്യൻ. പക്ഷേ ഈ 3 പ്രതീകങ്ങൾ, 3 അടയാളങ്ങൾ ഒരു പക്ഷേ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വലിയ ഒഴുക്കിന് കാരണമാകും. ഇപ്പോൾ ഇന്ത്യ മുന്നണിയെക്കുറിച്ച് പറയുന്നു, ഓൾ ഇന്ത്യ തലത്തിൽ അവിടെ ഒന്നും കമ്മ്യൂണിസം ഇല്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യ മുന്നണിയുടെ ഒരു ഭാഗമാണ്, കോൺഗ്രസിൻ്റെ ഭാഗമാണ്. ജി സുധാകരൻ അത് തന്നെയാണ് പറയുന്നത്, നമ്മൾ കോൺഗ്രസിൻ്റെ ഭാഗമാണ്, നമ്മളാണ് യഥാർത്ഥ കമ്മ്യൂണിസം. അപ്പോൾ ഇതേ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പുറത്തു പോയി കേരളം നെഞ്ചേറ്റുന്ന ഒരു ധീരവനിതയുണ്ട്. ഇന്ന് മെയ് 4 TP ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയ ദിവസം 14 വർഷമായി. KK രമ പുറത്തു നിൽക്കുന്നു. ഒരിക്കൽ ഇതേ CPM ഗുണ്ടകൾ ആക്രമിച്ച് തലയോട് തകർത്ത ഒരു CPM നേതാവ് ഇന്ന് തിരുവനന്തപുരം സെൻട്രൽ വിജയിച്ച് വരുന്നുണ്ട്, സാക്ഷാൽ CP ജോൺ. അപ്പോൾ CP ജോണും KK രമയും TK ഗോവിന്ദനും B കുഞ്ഞികൃഷ്ണനും അമ്പലപ്പുഴയിലെ ജി സുധാകരനും ഒക്കെ ചേരുന്ന ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇവിടെ ഉദയം ചെയ്തു വരുന്നത്. അവർ ഈ തലസ്ഥാന നഗരിയിലെത്തിയ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കൈകോർത്ത് നിൽക്കുമ്പോൾ അതൊരു അപൂർവ കാഴ്ചയാകും. ആ കാഴ്ചയുടെ ഒരു മനോഹാരിതയിലേക്ക് ഒരുപക്ഷെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുഭാവികൾ ഒത്തുകൂടും. അതിന് വലിയ ഒഴുക്കിന് കാരണമാകും. ഇപ്പോൾ ദുർബലമായി നിൽക്കുന്ന CPM ദ്രവിച്ച് താഴേക്ക് പതിക്കും, ഒരു പടുകുഴിയിലേക്ക് പതിക്കും. ചുരുക്കത്തിൽ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ഒരു ബാന്ധവം ഇതിലൂടെ ഉയർത്തെഴുന്നേൽക്കും. ഇതൊരു പുതിയ ദിശാബോധം കേരളത്തിൽ നൽകും. ഇതാണ് പിണറായി വിജയന് സംഭവിച്ച ദുരന്തം. പിണറായി വിജയനെ സംബന്ധിച്ച് 81 വയസ്സായി. അദ്ദേഹം ഇനി വലിയ രാഷ്ട്രീയ മോഹമൊന്നും മനസ്സിൽ കരുതുന്നില്ലായിരിക്കാം. പക്ഷേ ഈ തോൽവി അദ്ദേഹത്തിന് അത്ര എളുപ്പത്തിൽ ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സ് അങ്ങനെ ഒരു ഏകാധിപത്യ മനസ്സാണ്, ഒരു സ്വേച്ഛാധിപത്യ ഭാവമാണ്. മറ്റുള്ളവർക്ക് ഒരു പുച്ഛ ഭാവം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. നമുക്ക് മറ്റുള്ളവർക്കൊരു സഹാനുകമ്പ, ഒരു മനുഷ്യപ്പറ്റൊക്കെ വേണം, എങ്കിലേ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കൂ. അതൊന്നുമില്ലാതെ നമ്മുടെ ആൾക്കാർ, നമ്മുടെ ഒരു സംവിധാനം എന്നൊക്കെ മാത്രം കരുതി ഒരു പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. 2016 അധികാരത്തിലെത്തുമ്പോൾ ഈ പിണറായി വിജയൻ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു, ഇവിടെ ഇനി അവതാരങ്ങളെ അനുവദിക്കില്ലെന്ന്. പക്ഷേ ഇപ്പോൾ പിണറായിക്ക് ചുറ്റും അവതാരങ്ങളാണ്, ഈ പാർട്ടിക്ക് ചുറ്റും അവതാരങ്ങളാണ്. ഈ അവതാരങ്ങൾ ഇനി വേഷപ്രച്ഛന്നരായി പുതിയ KPCC ആസ്ഥാനത്തിൻ്റെ പിന്നാമ്പുറത്തും കൻ്റോൺമെൻറ്റ് പിന്നാമ്പുറത്തും രമേശ് ചെന്നിത്തലയുടെ പിന്നാമ്പുറത്തും ഒക്കെ ചെല്ലും. അവരെ തിരിച്ചറിയാനുള്ള ആർജ്ജം അവർക്കുണ്ടെങ്കിൽ കൊള്ളാം. എന്തായാലും CPM എന്ന പാർട്ടി യഥാർത്ഥത്തിൽ ഒരു പക്ഷേ ഈ വിമതന്മാരിലൂടെ ഇപ്പോൾ രക്ഷപ്പെടുന്ന കാഴ്ചയാവും നമ്മൾ കാണുന്നത്. ഇവിടെ ഈ എതിരാളികളെ പരനാറി എന്ന് വിളിച്ച് ധാർഷ്ട്യം കാണിക്കുന്ന പിണറായിയെ നമ്മൾ കണ്ടു. പക്ഷേ ഇന്ന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾ പിണറായിയെ പരനാറി എന്ന് വിളിച്ചു. കാരണം സൈബറിടത്തിൽ മുഴുവൻ പച്ചത്തെറിവിളി. ഇത് ഈ പറയുന്ന UDFകാരോ അല്ലെങ്കിൽ BJPക്കാരോ അല്ല ഈ പച്ചയ്ക്ക് തെറിവിളിക്കുന്നത്. CPMൻ്റെ സൈബർ ഗ്രൂപ്പുകളിൽ, പോരാളി ഷാജിയുടെ പേജുകളിൽ ഉൾപ്പെടെ ഈ പരനാറിയും മറ്റേ പരനാറിയും, അതായത് പിണറായി വിജയനും MV ഗോവിന്ദനും ചേർന്നാണ് കഴുക്കോൽ ഊരിയത്, ഇതിനെ രണ്ടിനെയും ചവിട്ടിപ്പുറത്താക്കണം. അതായത് അത്രയ്ക്ക് വിമർശനം പിണറായിക്ക് നേരെ. പിണറായി ക്യാപ്റ്റനാണ്, ഇന്ദ്രനാണ്, ചന്ദ്രനാണ് എന്ന് വാഴ്ത്തുപാട്ട് പാടിയവരൊക്കെ തന്നെയാണ് ഇന്നിപ്പോൾ വലിച്ചു പുറത്തേക്ക് ഇട്ടിരിക്കുന്നത്. വലിയ കൂവി തോൽപ്പിച്ച് ഓടിച്ചു. എന്താണെന്നറിയാം, ഈ പിണറായി വിജയൻ്റെ ചില പ്രയോഗങ്ങൾ അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും കുത്തി നോക്കുന്നുണ്ട്. ഒന്ന്, ഈ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞ കടക്ക് പുറത്ത് എന്തൊരു ധാർഷ്ട്യത്തിൻ്റെ ഭാഷയാണ്, എത്രയോ മര്യാദയ്ക്കുള്ള ഭാഷ ഉപയോഗിക്കുക. ഈ അടുത്ത കാലത്തൊരു പാവം പാർട്ടി സഖാവ്, നമുക്കറിയാം, റാന്നിയിൽ ഒരു തെരഞ്ഞെടുപ്പ് പരിപാടി, കോന്നിയിലെ തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ എഴുന്നേറ്റ് ഒരു ചോദ്യം, CMA ഒരു ചോദ്യം, സാധുവാണ് അദ്ദേഹത്തിന്, ഒരു നിഷ്കളങ്ക ഭാവം കൊണ്ട് ചോദിച്ചാൽ വീട്ടിൽ ചെന്ന് ചോദിക്കാം. പിന്നീട് എന്തൊക്കെയാണ് ചെറ്റത്തരം ജി സുധാകരൻ. അതേ സുധാകരൻ്റേത് ചെറ്റത്തരം എന്ന് പറഞ്ഞ പിണറായി വിജയൻ്റെ മുന്നിൽ, സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഭരണകൂടത്തിൻ്റെ ഭാഗമായി സുധാകരൻ വന്നിരിക്കുമ്പോൾ എന്തായിരിക്കും മുഖ്യമന്ത്രിയുടെ മുഖത്തെ ഒരു ഭാവം? അടുത്ത മന്ത്രിസഭയിൽ KK രമ ഉണ്ടാകുമല്ലോ. അടുത്ത മന്ത്രിസഭയിൽ ജി സുധാകരനും കൂടി ഉണ്ടെങ്കിലോ? ജി സുധാകരനും KK രമയും ഒക്കെ അടുത്ത മന്ത്രിസഭയിൽ കയറിയാൽ അവർക്ക് മുന്നിൽ പ്രതിപക്ഷ നിരയിൽ പിണറായി ചെന്നിരിക്കുമോ സെക്രട്ടേറിയറ്റിൽ? എനിക്ക് തോന്നുന്നില്ല. ഒരിക്കൽ താമരശ്ശേരി ബിഷപ്പിനെ വിളിച്ചത് നികൃഷ്ടജീവിയെന്ന്. എത്ര പിപ്പിടി വിദ്യ, ആക്ഷൻ, എന്തൊക്കെ പ്രയോഗങ്ങളാണ്. അതാണ് സഹിക്കാൻ പറ്റിയാലാത്തത്. കുലകുത്തി എന്നും കുലകുത്തി തന്നെയായിരിക്കുന്നു. കൊലപ്പെടുത്തിയതിന് ശേഷമാണ് ഇത്തരം ധാർഷ്ട്യവും ഇത്രയും മ്ലേച്ഛ വാക്കുകൾ. പക്ഷെ കേരളത്തിലെ മലയാളികൾ
എത്ര വിവേകമുള്ളവർ ഇതൊക്കെ മനസ്സിൽ സൂക്ഷിച്ചു, കൊടുക്കേണ്ടടുത്ത് കൊടുത്തു. അത് 1.5 കൊടുപ്പ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തോൽവി ഏറ്റപ്പോഴത്തേക്ക് എം മണി പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടായിരുന്നു, ഞങ്ങൾ തന്നതൊക്കെ മേടിച്ച് തിന്നിട്ട് ഞങ്ങളുടെ നെഞ്ചത്ത് കുത്തിയെന്ന്. പക്ഷെ ഇത്തവണ ആ ഒരു പ്രയോഗം ഉണ്ടായിരുന്നില്ല. തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തിരുത്തും എന്ന് മണി പ്രതികരിച്ചു. അല്ല, മണിക്ക് ഭയങ്കര വലിപ്പം. മണിക്ക് സീറ്റ് കൊടുത്തില്ല ഉടുമ്പൻചോല. അവിടെ ഇപ്പൊ സേനാപതി വേണോ വിജയിച്ചിരിക്കുന്നത്, അത് മണി പണി കൊടുത്താണ്. ഇടുക്കിയിലെ അഡ്ഡപടലം മണി തന്നെയാണ് പറിച്ചത്. അല്ല, ഇക്കുറി ഒരു പൊതുവെ ഒരു ഇപ്പോൾ ഈ റിസൾട്ട് വന്നതിന് ശേഷവും എല്ലാവരും പറയുന്ന ഒരേ ഒരു വാചകമുണ്ട്, അത് CPM-കാർ തന്നെ CPM-നെ തോൽപ്പിച്ചു എന്നുള്ളതാണ്. അത് ശരിക്കും നമുക്കത് അക്ഷരാർത്ഥത്തിൽ ശരിവെക്കാൻ കഴിയുമോ? 101%. ഞാനത് ആ കണക്കുകൾ പറഞ്ഞത്. എങ്ങനെയാണ് പയ്യന്നൂർ പോലൊരു പാർട്ടി കോട്ടയിൽ 7500 വോട്ടിന് B. കുഞ്ഞകൃഷ്ണൻ ജയിക്കുന്നത്? എങ്ങനെയാണ് തളിപ്പറമ്പിൽ PK ശ്യാമള പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയാണ്. ശ്യാമളയുടെ ഒരു അഹങ്കാരം നമുക്കറിയാമല്ലോ. ആ ശ്യാമള എങ്ങനെയാണ് തോൽക്കുന്നത്? അമ്പലപ്പുഴയിൽ എങ്ങനെയാണ് 30,000 വോട്ടിന് തോൽക്കുന്നത്? അത് പോട്ടെ, മട്ടന്നൂരിൽ കഴിഞ്ഞ തവണ 60,000 വോട്ടിന് ജയിച്ചതാണ്. ഇത്തവണ നമുക്കറിയാം 15-നും എത്രയാണ് 20,000 വോട്ടിൽ താഴെ ഉള്ളൂ. ധർമ്മടത്ത് പിണറായി വിജയനെ വിറപ്പിച്ചു ആദ്യത്തെ 6 റൗണ്ടുകൾ. ഒടുവിൽ കടന്നുകൂടിയത് 20,000-ൽ താഴെ. അപ്പോൾ പിണറായി വിജയനെ പോലും വിറപ്പിച്ച ഒരു തെരഞ്ഞെടുപ്പ് ധർമ്മടം പോലൊരു മണ്ഡലത്തിൽ. പാർട്ടിയുടെ കോട്ടകൊത്തളങ്ങളിലൊന്നും അവർക്ക് വേണ്ടത്ര ഭൂരിപക്ഷമില്ല. ജയിച്ച സ്ഥലങ്ങളിൽ എല്ലാം തകർന്നടിഞ്ഞു. പാർട്ടി സഖാക്കളും പാർട്ടി അനുഭാവികളും അറിഞ്ഞു പണി കൊടുത്തു. അതാ കാണുന്നത് ഇവിടെ. പക്ഷേ ഇപ്പോഴും ആ ധാർഷ്ട്യത്തിൻ്റെ കൊമ്പ് ഇതുവരെ ഒടിഞ്ഞിട്ടില്ല. CPM-ൻ്റെ പൂർണ്ണമായും തൊപ്പിയിട്ട് താഴെ വീണു. എന്നിട്ടും ഈ ധാർഷ്ട്യം അങ്ങോട്ട് മാറുന്നില്ല. കാരണം സ്വരാജ് ഇന്നിപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത് അനർഹമായ തോൽവി എന്നാണ്. ഇവിടെ CPM-കാർ തന്നെ പറയുന്നുണ്ട് അർഹമായ തോൽവിയാണെന്ന്. അപ്പോൾ പക്ഷേ സ്വരാജ് പറയുകയാണ് അനർഹമായ തോൽവിയാണ്, ചെറിയ എന്തെങ്കിലും പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ പരിശോധിക്കും, ചെറിയൊരു തോൽവി അത് ഞങ്ങൾ പരിശോധിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ധാർഷ്ട്യം ഇത് ഇപ്പോഴും വിട്ടുമാറി. ഇത് ഇവരുടെ രക്തത്തിൽ ഉള്ളതാണോ ഇത്? അല്ല, അത് ഇപ്പോൾ ഇന്ന് MP ഗോവിന്ദൻ പറഞ്ഞല്ലോ, ഈ തോൽവിയുടെ കാരണം എന്താണെന്ന് പാർട്ടി പരിശോധിക്കുന്നു. ഞങ്ങൾക്കൊരു ചെറിയൊരു തോൽവി സംഭവിച്ചിരിക്കുന്നു. പാർട്ടിക്ക് കണക്കുകൂട്ടലുകൾ എവിടെയോ പിഴച്ചു, ജനങ്ങൾ വോട്ട് കുത്തി തോപ്പിച്ചു എന്നുള്ളത്. അല്ല, ഈ സ്വരാജ് പോലും ഇങ്ങനെ പറയുമ്പോൾ ഈ CPM-കാർ പ്രതീക്ഷയായിട്ടൊക്കെ കാണുന്ന ആൾക്കാരാണ് സ്വരാജൊക്കെ. ഇത് വല്ലാത്തൊരു അവസ്ഥയിലേക്കാണ് പോക്ക്. എനിക്ക് തോന്നുന്നത് ഈ തോൽവിയോടുകൂടി ഇത് മുച്ചൂടും തമ്മിലടിച്ച് തീരും. ഇതൊരു ഭ്രാന്ത് പിടിച്ച ഒരു തറവാടിൻ്റെ ഗതിയായി. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടി തുടങ്ങി. ഇനി കുറച്ച് പേര് തറവാടിന് തീയിടും, കുറച്ച് പേര് മറ്റുള്ളവരെ ചവിട്ടി പുറത്താക്കും, ബാക്കിയുള്ളവർ തമ്മിലടിച്ച് ഈ കൊലം മുടിയും. ഇത് ഈ CPM-നോടൊപ്പം നിൽക്കുന്ന ഈ CPI-യുടെ ഗതികേട് കൂടി നമ്മളൊന്ന് കാണണം. അല്ല, അവർ നേരെ ഇപ്പുറത്തേക്ക് ചാടും. ഇവർ അതേ ഒന്നും നിൽക്കത്തില്ല. ഇനി അവർക്ക് അപകടം മനസ്സിലായി. അവശേഷിക്കുന്ന ആ CPI എന്ന ഒരു സംവിധാനം ഓടി UDF-ൽ കയറിയില്ലെങ്കിൽ അതും തീർന്നു, എല്ലാം തീരും. ഇനി നമുക്കറിയാം ഏകദേശം പിണറായിക്ക് 81 വയസ്സായി. ഇനിയിപ്പോൾ ഒരു 5 വർഷം എന്തായാലും കാത്തിരിക്കണം. അടുത്ത ഇതേ പ്രതിപക്ഷത്തും ഇതേ ധാർഷ്ട്യമാണെങ്കിൽ വീണ്ടും ജനങ്ങൾ പ്രതിപക്ഷത്ത് തന്നെ ഇരുത്തും. പക്ഷേ ഇനി പിണറായിക്ക് മത്സരിക്കാൻ ഒരു അവസരമുണ്ടോ 5 വർഷം കഴിഞ്ഞാൽ? കാരണം അങ്ങനെയാണെങ്കിൽ നോക്കുകയാണെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരിൽ ഇതുപോലെ നാണം കെട്ടിറങ്ങിപ്പോയ ഒരു മുഖ്യമന്ത്രി ചരിത്രത്തിൽ വേറെ ആർത്തിയുണ്ടല്ലോ. എത്ര കാലം വേണമെങ്കിലും കാത്തിരുത്തും. മറ്റേ എന്തെല്ലാം അസുഖങ്ങളുണ്ടല്ലോ അതൊക്കെ വകഞ്ഞു മാറ്റി അധികാരത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ വേഴാമ്പലിനെ പോലെ കാത്തിരിക്കും. അതിനുവേണ്ടി എന്ത് ക്രൂരതയും ചെയ്യും. പക്ഷെ പിണറായി വിജയനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് ഒക്കെ അവസാനിപ്പിച്ച് ഒന്നെങ്കിൽ അമേരിക്കയിലേക്ക് അല്ലെങ്കിൽ ദുബായിലേക്ക് അടുത്ത ദിവസം തന്നെ വണ്ടി കയറും. പാർട്ടിയുടെ കഴുക്കോൽ ഊരിയിട്ട് ദുബായിക്ക്. കാരണം ഇനി അതിനുള്ളൊരു മാനസികാവസ്ഥയിലല്ലായിരിക്കും അദ്ദേഹം. കാരണം ഇത് നിയമസഭയിൽ വന്നിരിക്കാൻ കഴിയുമായിരിക്കുമോ? ഇല്ല, പറ്റത്തില്ല. കാരണം ഇത്ര ധാർഷ്ട്യം എല്ലാം പറഞ്ഞ് കാണുന്നവനെല്ലാം ചീത്തയും പറഞ്ഞ് എന്തൊരു മോഹഭാവമായിരുന്നു. എങ്ങനെ ഇനി അവിടെ പോയി ഇരിക്കുക? എങ്ങനെ പ്രതിപക്ഷത്തിൻ്റെ മുഖത്തോട്ട് നോക്കുക? എന്നാൽ കുഴൽനാടിനൊക്കെ വരട്ട് ഓർക്കുന്നില്ലേ? കുഴൽനാടൻ പക്ഷെ തിരിച്ചു പറഞ്ഞു. സതീശൻ്റെ നേർക്ക് എന്തൊക്കെയായിരുന്നു? ഇനി അടുത്ത ഒരു 10 പതിറ്റാണ്ട് ഇവിടെ ഭരിക്കും എന്നുള്ളൊരു മട്ടിലില്ലായിരുന്നു പിണറായിയുടെ ആക്ഷനൊക്കെ. ആ തിരിച്ചൊരു ആക്ഷൻ കൊടുത്തു, കടക്ക് പുറത്തെന്ന് പറഞ്ഞു. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തലേ കൈവച്ച് പോകും. വീട്ടിൽ പോയിരിക്കട ഡാഷ് മോനെ എന്നൊക്കെ. അതാ പറഞ്ഞത്, അത് പാർട്ടിക്കാർ തന്നെ ഭയങ്കരമായി തെറി വിളിക്കുന്നു. അതെ, ഇത് വല്ലാത്തൊരു പതനം. അല്ല, ഇത്രത്തോളം ഒരു പതനം മുൻപുണ്ടായിരുന്ന ഏതെങ്കിലും ഒരു CPM നേതാക്കൾക്കുണ്ടായിട്ടുണ്ടോ? ഇല്ലില്ല. ഈ അടുത്ത കാലത്തൊന്നും നമുക്ക് മുൻപ് CPM-ന് വലിയ പരാജയമൊക്കെ സംഭവിച്ച തെരഞ്ഞെടുപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്തെ തെരഞ്ഞെടുപ്പുകളൊക്കെ നോക്കുമ്പോൾ നമുക്കറിയാം ഉമ്മൻചാണ്ടി വന്ന 2011 തെരഞ്ഞെടുപ്പ് നറ്റപ്പറ്റ കയറി 2 സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിൽ. അതിന് മുമ്പ് CPM
ഇ കെ നായനാരുടെ VS അച്യുതാനന്ദൻ്റെ ഇതിൽ ഭരിക്കുന്നു. പക്ഷെ അപ്പോഴൊന്നും VS അച്യുതാനന്ദനൊന്നും ഇത്തരമൊരു കൊടും പതനം നേരിടേണ്ടി വന്നിട്ടില്ല. ഇതൊരു ഭീകര പതനമാണ്. കാരണം 99-ൽ നിന്ന് 35-ലേക്ക്. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിയേ, എല്ലാത്തിനെയും ഓടിക്കുക ചെയ്ത് ജനം. പണ്ട് ഈ അധികാരം കിട്ടുന്നതിന് വേണ്ടി പിണറായി തന്നെ VS-നെ തോൽപ്പിച്ച ഒരു ചരിത്രം നമുക്കറിയാം ഇവിടെ. ഇത് തിരിച്ചു പണി കൊടുക്കും. പിന്നെ ഒരു നേതാക്കൾ, അതായത് തനിക്ക് മുകളിൽ കയറുമെന്ന് തോന്നിയിട്ടുള്ള എല്ലാ നേതാക്കളെയും അടിച്ചൊതുക്കി വെട്ടിനിരത്തിയ ഒരു ചരിത്രം. ഇന്നിപ്പോൾ CPM-ന് പുറത്ത് കാണിക്കാൻ ഒരു പിൻഗാമി ഇല്ലാത്തൊരവസ്ഥ. അന്യം നിന്ന് കുലം മുടിയും, അതിൽ സംശയമില്ല. അതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രകടമായ ഒരു അനിവാര്യ ദുരന്തം. എന്തായാലും വലിയ തിരിച്ചടിയാണ് പിണറായിയുടെ ഈ കാലത്തുണ്ടായത്. ഈ 2ാം തവണ അധികാരം പിടിക്കുമ്പോൾ അപ്പോഴും ഈ ഒരു ധാർഷ്ട്യമുണ്ടായിരുന്നു, ഞങ്ങളല്ലാതെ വേറെ ആര്, പിണറായി അല്ലാതെ വേറെ ആര്. പക്ഷേ ഈ 2026-ലെത്തുമ്പോൾ ജനങ്ങൾ മറുപടി കൊടുത്തു. ഇതാണ് നിങ്ങളുടെ ധാർഷ്ട്യമെങ്കിൽ ഇവിടെ ഞങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഉണ്ട് എന്ന് ജനങ്ങൾ തന്നെ മറുപടി കൊടുത്തു. തിരുത്താൻ ഇനിയും CPM തയ്യാറായില്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ പതനമായിരിക്കും ഇനി ഉണ്ടാകാൻ പോകുന്നത്. ബംഗാളിലും ത്രിപുരയിലും ഒക്കെ സംഭവിച്ചത് തന്നെ കേരളത്തിലും സംഭവിക്കും. കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം.